അമ്പിളിക്ക് ഇഷ്ടായോ? എന്ത്? ഇവിടുത്തെ വീടും പരിസരവും നിഷ്കളങ്കരായ ഇവിടുത്തെ നാട്ടുകാരൊക്കെ. ആ 5:10 എത്തിയാതാ. അമ്പിളിക്ക് എയർപോർട്ടിൽ ജോലിയായ കാരണം ഫ്ലൈറ്റിന്റെ സൗണ്ടൊക്കെ ശീലമായി കാണൂലേ? കേട്ടമ്പിളി, എനിക്കും ഒരു പൈലറ്റ് ആക്കണം എന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് എന്തു പറ്റി? എനിക്ക് ഹൈറ്റ് പേടിയാണല്ലോ. ഇംഗ്ലീഷിൽ ഇതിനെ ആക്രോഫോബിയ എന്ന് പറയും. മോളെ, ഇവനും വേറെ പല ഫോബികളും ഉണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടാ. UK കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോകും. ഞാൻ പറഞ്ഞിട്ടേ പോകും. ഒരു സെക്കൻഡേ അമ്പിളി, വരൂ. മഞ്ജു, ഒരു സെക്കൻഡേ. മാളു, സ്ഥലമൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായിട്ടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ഓ, അതിനെന്താ. മാളു, റീൽസ് ഒക്കെ ഇവിടെ ഒന്ന് എടുക്കാം. മുകളിൽ നല്ല വ്യൂ ആ ചേട്ടന് സ്ഥലം കൊടുക്ക്. പോട്ടെ. ഞാൻ പറഞ്ഞ കാര്യം എന്താ? അതൊന്നും നടക്കില്ല. നീ ഒന്ന് പോയേ. എടി, ഇന്നവിടെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെ തോന്നാ മതി. അതൊന്നും ശരിയാവില്ല. നീ കൊച്ചേ, നീ രാജലക്ഷ്മിയുടെ പെങ്ങടെ മോളല്ലേ? ഡി കൊച്ചേ, അവിടെ നിന്നേന്ന് ഒരു കാര്യം പറയട്ടെ മോളെ. എന്റെ പൊന്നു ചേച്ചി, പിന്നെ പറയാം. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ അവിടെ നിന്ന് കയ്യും കണ്ണും കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ആ ചെറുക്കനാണെങ്കിൽ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ചെറുക്കനാ. നീയോ തൊട്ടാ പൊട്ടുന്ന പ്രായം. എന്റെ മോളെ ആദ്യം നമ്മുടെ പുറകെ നടക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൂടെ നടക്കും. നമ്മൾ വളഞ്ഞൂന്ന് കണ്ടു കഴിഞ്ഞാൽ ഉമാരുണ്ടല്ലോ, ഈ തണുപ്പുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഊട്ടി, കൊടൈക്കനാൽ, ബാംഗ്ലൂർ, മൈസൂർ, അതുപോലത്തെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇവന്മാരെ പൂതിയൊക്കെ തീരുമ്പോഴത്തേക്ക് വേസ്റ്റ് പോലെ നമ്മളെ വലിച്ചങ്ങ് കളയും. പിന്നെ കിടന്ന് നിന്റെ ഈ മൊബൈൽ ഉണ്ടല്ലോ, മൊബൈലിനകത്ത് ഗൂഗിളില്ലേ, അതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലെ ഇവന്മാരെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ കരഞ്ഞിട്ടോ വീട്ടുകാരോട് പറഞ്ഞിട്ടോ ഒന്നും യാതൊരു പറഞ്ഞത് എങ്ങോട്ടെ കയറി പോകുന്നേ. പറഞ്ഞ എന്നെ അങ്ങ് വഴി തെറ്റിക്കുമല്ലോ. ഊട്ടി, കൊടൈക്കനാൽ, മൈസൂര്. എന്റെ കാര്യം നോക്കാനേ എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചി മോളുടെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. പറഞ്ഞതങ്ങോട്ട് പിടിച്ചില്ല. ഇവളൊക്കെ അനുഭവം വന്നേ പഠിക്കൂ. മോളെ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഒന്നുമില്ല പൊന്നു, ഒന്ന് മാറിയേ. അമ്പിളി, ഞാൻ നേരത്തെ സാരി ഉടുക്കാനാണ് പറഞ്ഞത്, മനസ്സിലായോ? മനസ്സിലായി. സാരി എന്റെ ഭാഗ്യം. കണ്ട 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 ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമുണ്ടാവിന്. പെണ്ണ് കിട്ടിയപ്പോ പ്രാന്തങ്ങനെ ആക്കണോ? സ്വന്തം കൊച്ചിനെ വേറൊരാളെ കൊണ്ട് പ്രസവിപ്പിച്ചിട്ട് അത് സ്വന്തം കൊച്ചാന്ന് പറയുന്നതിൽ എന്ത് ന്യായമിരിക്കുന്നു? അതൊക്കെ അവരുടെ ഇഷ്ടല്ലേ. പിന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ എടുക്കുന്ന ലോകത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇതിനെയാണ് പറയുന്നത് സരോഗസി എന്ന്. സരോന ചേച്ചി, ഞാൻ നയൻതാരയുടെ ഭാഗത്താ. നയൻതാര ചെയ്തത് തെറ്റായിട്ട് പറഞ്ഞു തന്നെയാ ശരി. നയൻതാരാണ് ഇവിടുത്തെ വിഷയം. അല്ല, നിനക്ക് ഇവിടെ ഒരു പെണ്ണാലോചിച്ചോണ്ടിരിക്കുന്നത്. നേരത്തെ മോളുടെ കാര്യം പറഞ്ഞു, അവളെ ഞാൻ കെട്ടിക്കോളാം. ഇതാ ഞാൻ പറഞ്ഞത്, ചെറുക്കൻ പന്ന ചെറുക്കനാണ്. ഇവൻ ഒരിക്കലും പെണ്ണ് കിട്ടാൻ പോകുന്നില്ല. അതല്ലേ ഞാൻ നിങ്ങളുടെ മോളെ കെട്ടിക്കോളാം. മിണ്ടാണ്ടിരിക്കോ, ഇനിയെങ്കിലും അവനൊന്ന് വെറുതെ വിടും. എന്താ എന്താ കൈ വിളിക്കില്ലേ? ടെൻഷനില്ല, വയറുവേദന ഉണ്ട്. നേരത്തെ മധുരം കഴിച്ചെന്റെ. അതൊന്നല്ല, പെരുമാറ്റത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ? അതെ, ഇപ്പൊ ഇവിടെ ആരുമില്ല. സാധനോട് ഇരിപ്പുണ്ട്. ഒന്നടിച്ചോ, ടെൻഷൻ മാറും. എനിക്കെങ്ങും വേണ്ട. നിങ്ങക്ക് വേറെ പണിയില്ലാണ്ടാണ്. വെറുതെ അല്ലേ ഇവിടെ പെണ്ണിട്ടാത്ത ഉടുക്കത്തെ കുടിയാണ്. നീ പറഞ്ഞാലും കാര്യമുണ്ട്. ജ്യൂസിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. ഒരാളറിയില്ല ഒരു തരത്തിന്. അശോ, കാറ്ററിംഗുകാർക്ക് കാശ് കൊടുത്തിട്ടില്ല. ഞാനിപ്പോ വരാ. മറ്റേ കാര്യം രക്ഷപ്പെട്ട്. അനിയെ, ഒരു കോക്ടെയിൽ റെഡിയാക്കി വെച്ചോ. അളിയനെ ഞാൻ പറഞ്ഞ സെറ്റ് ആക്കിയോളാം. അതിന് സാധനം ഇവിടെ ഇരിക്കുന്നു. സാധനം ലാബിൻ്റെ അടി ഇരിക്കുന്നു. അതപ്പോ കൊണ്ടുവച്ചു. അത് ഞാൻ കൊണ്ടുവച്ചു. നീയൊക്കെ നേരത്തെ കണ്ട വല്ലതും ഉണ്ടാവില്ല. അളിയാ, മറ്റേ ഈ കുലിക്കണ സാധനം ഉണ്ടോ? നീ ഇവിടെ കുലിക്കൊണ്ടിരുന്നോ? ഇവിടെ ആമ്പിള്ളേരെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുക. ഉള്ളത് വെച്ച് ചെയ്യടാ. അവൻ്റെ കുലിക്കണ സാധനം പ്രസവിച്ചു എന്ന് വെച്ച് സൗന്ദര്യം അങ്ങ് പോവില്ലേ? അവര് സിനിമ നടിയല്ലേ? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. അവർക്ക് ശരീരവും സൗന്ദര്യമൊക്കെ നോക്കണ്ടേ? ഇതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നെങ്കിലേ ഞാനിതുപോലൊക്കെ ചെയ്താനെ. പ്രസവിക്കാനും നിക്കില്ല. പ്രസവിച്ച തള്ളി പറയണേ. എന്താ കുഴപ്പം? എല്ലാവരും ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നാ. ഞങ്ങള് വല്ലപ്പോഴും കാണുന്നവരല്ലേ. ഓ, മുഖത്ത് നല്ല കുരുണ്ടല്ലോ മോളെ. ഇച്ചിരി പേരല്ലേ അരച്ചിട്ടാ മതി.
ആപ്പിളും മുന്തിരിക്ക കാക്കോത്ത് കൊണ്ടുപോയാ അമ്പിളി നീ കഴിച്ചാ? ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചടാ. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ, വീട്ടിൽ മോള് ഒറ്റയ്ക്കാണോ? ഇത് പിടിയിറക്കാങ്ങട്. നീ എന്താ ഏലക്കാന്ന് പറഞ്ഞേ? ഞാനപ്പോ ഏലക്കാന്ന് പറഞ്ഞു. നീ പറഞ്ഞു വീട്ടില് രക്ഷപ്പെട്ടല്ലേ. എടിമാരെ ഞാനങ്ങ് പോവാണേ, അങ്ങ് വന്നേക്കണേ. കൊച്ചൊറ്റയ്ക്കാ വീട്ടിലേ. പിള്ളേരെ അങ്ങോട്ട്